ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് രാത്രി മുണുങ്ങ് തിന്നാനായിട്ട് വെളിയിൽ പോയാലോ എന്ന് ആലോചിച്ചത് ഞാനല്ല കേട്ടോ. അമ്മയും വിഷ്ണുട്ടനും കൂടാണ് തീരുമാനിച്ചത്. ഞാൻ മേളിൽ പോയിട്ട് താഴെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഡിന്നർ പരിപാടികളുടെ സെറ്റപ്പുകളൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വെളിയിൽ നിന്നകം ഫുഡ് എന്നായി അമ്മ. കാര്യം മാസം തീരാറായല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഈ മാസം അങ്ങനെ എങ്ങും പോയിട്ടില്ലായിരുന്നു. ഫുൾ ഹോസ്പിറ്റൽ വാസങ്ങളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മാസം നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരത്തോടെ ഞങ്ങൾ ഇതുവരെ ഇശാൻകുട്ടനുണ്ടായതിനു ശേഷം അങ്ങനെ ഹോട്ടലിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ വല്ല ദൂര സ്ഥലത്തും പോകുമ്പോഴായിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷമെല്ലാം നമ്മൾ പാഴ്സലെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് സമാധാനത്തോടാണ് ഭക്ഷണം കഴിപ്പ്. അവിടുന്ന് അൽഫാം വാങ്ങിച്ചു, പിന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് ഷവർമ വാങ്ങിച്ചു. അതെല്ലാം വാങ്ങിച്ചിട്ട് ഇശാൻകുട്ടൻ അവന് വേണ്ട സാധനങ്ങളും പെറുക്കി അച്ഛൻ്റെ അടുത്തോട്ട് ഓടി വരുവാണ് കേട്ടോ. അച്ഛനെ കൈ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ എൻ്റെ അടുത്ത് അവൻ്റെ വിളവൊന്നും നടക്കത്തില്ലെന്ന് അവനറിയാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നൈറ്റ് റൈഡ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാനും വിഷ്ണുട്ടനും ഇശാൻകുട്ടനും. ഞങ്ങളെക്കാളും കൂടുതൽ സന്തോഷം അവനാണ് ഞങ്ങളോട് ഇങ്ങനെ വരാൻ ഏറ്റവും സന്തോഷമായിട്ടുള്ളത്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആശാനും വയ്യ, ക്ഷീണിച്ച് തളർന്ന് എന്താ പറയേണ്ടത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.